ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോണത് ഒരു പ്രത്യേക തരം സ്നാക്കാണ്. ഗുജറാത്തി ഖാൻദ്വി സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റോളാണ്. ഈ റോള് ഭയങ്കര സോഫ്റ്റാണ്, വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും, അത്ര സോഫ്റ്റാണ്. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് സ്വീറ്റാണ്. പിന്നെ കടുക്, കറിവേപ്പില, മുളക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പം എല്ലാം കൂടി ചേർന്ന് എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട് അതിൽ. മധുരം, ഈ റോളെന്ന് പറഞ്ഞാൽ മോരും കടലപ്പൊടിയും വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, അപ്പോൾ അതിനൊരു പുളിപ്പ്. പിന്നെ സേവറി ആയിട്ടുള്ള ഈ കടുക്, കറിവേപ്പില, ഇതൊക്കെ. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേക ഒരു രുചി. നല്ല സോഫ്റ്റ്, നല്ല ലൈറ്റാണ്, വളരെ ലൈറ്റാണ്, സിമ്പിളാണ്. നോമ്പ് തുറക്കെ ഒരു എക്സ്ട്രാ ഐറ്റം വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ ഒരു ടീ ടൈം സ്നാക്ക്, ഒരു ലൈറ്റ് ടീ ടൈം സ്നാക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യമുള്ളത് 1/2 കപ്പ് കടലപ്പൊടി, ചിക്പി ഫ്ലവർ, ബേസൻ എന്ന് പറയുന്നത് കടലപ്പൊടി ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ്. അപ്പോൾ ഇതിലേക്ക് 1.25 കപ്പ് മോര്, ബട്ടർ മിൽക്ക് ചേർക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് കിട്ടാനില്ലെങ്കിൽ തൈരും കുറച്ച് പാലും കൂടി ചേർത്ത് ഒരു കട്ടിയുള്ളൊരു മോരായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ചേർക്കാം. അപ്പോൾ മോരൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അടിക്കണം. കടലപ്പൊടിയുടെ ആ കട്ടകളൊക്കെ ഒന്ന് ക്ലിയർ ആവണം. അപ്പോൾ കടലപ്പൊടിയുടെ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പതുക്കനെ ബീറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ഹീറ്റായിട്ടെടുക്കണം. പതുക്കനെ ബബിൾസ് കണ്ടു തുടങ്ങും ഈ ബാറ്ററിയിൽ. ഇങ്ങനെ ഇതുപോലെ ബബിൾസ് ഒന്ന് കണ്ടു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ട ഒരു കട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ ഒരു പകുതി കായപ്പൊടി, പച്ചക്കായ പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ചേർത്ത് നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇനി കുക്ക് ചെയ്യാൻ പോണത്. ഈ മാവ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് റോളാവാൻ ഉള്ള പാകമാവില്ല. നന്നായിട്ട് കുക്ക്ഡ് ആവണം. 10 മിനിറ്റ് ഞാൻ ടൈമർ വെക്കാറുണ്ട്. എന്നിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അടിയിൽ ഒട്ടിപ്പിടിക്കാതെ സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സൈഡിലേക്ക് തെറിപ്പിക്കരുത്. കാരണം സൈഡിലേക്ക് പൊന്തി പോണ മാവൊക്കെ ബ്ലാക്കായിട്ട് പിടിക്കും. അപ്പോൾ സർക്കുലർ മോഷനിൽ തന്നെ നമുക്കിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടും. ശരിക്കും കുക്ക്ഡ് ആയിരിക്കണം നമ്മുടെ മാവ്.
അപ്പോൾ ഇനി ഇത് റോൾ ചെയ്യാൻ വേണ്ടി ആവശ്യം നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ താലി, ആ പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു ലെയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഒരു തവി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പാച്ചുല. ആദ്യം ഒരു ചെറിയ എമൗണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതൊന്ന് കാറ്റുള്ളിടത്ത് അല്ലെങ്കിൽ ഫാനുള്ളിടത്ത് ഒരു മിനിറ്റോളം വെച്ചതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് റോൾ ചെയ്യുമ്പോൾ ഇതുപോലെ റോളായി കിട്ടണം. റോളായി കിട്ടാതെ കൈമിൽ മുഴുവൻ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മാവ് പാകത്തിന് കുക്ക് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ എന്താ ചെയ്യുക, അടുപ്പത്ത് വെച്ചൊരു 2 മിനിറ്റും കൂടി പിന്നെയും കുക്ക് ചെയ്യണം. പാകത്തിന് കുക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രെഡായി കൂളായതിനു ശേഷം എളുപ്പത്തിൽ റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി ഈ താലിയുടെ അടിയിൽ ആദ്യം ഒന്ന് എണ്ണ തടവിയതിന് ശേഷമാണ് നമ്മൾ ഈ ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പറ്റുന്ന അത്രയും സ്മൂത്തായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പോലെ ഒരു 1-2 മിനിറ്റ് ഫാനിൻ്റെ അടിയിൽ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റീൽ താലിയുടെ അടിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണതിന് ഏറ്റവും നല്ലത്. ഇവിടെ ഞാനൊരു കേക്ക് പ്ലേറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് ബാറ്റർ ഒരു 2-3 പ്ലേറ്റിൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ബാറ്റർ കൂടുതൽ നേരം സോസ് പാനിൽ ഇരുന്നാൽ കട്ട പിടിക്കും. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി അതിലേക്ക് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരവിയതും ഇതും കൂടി ചേർത്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകണം. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് കുക്ക്ഡായിട്ട് കിട്ടിയാൽ മതി. കൂടുതൽ നേരം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ പഞ്ചസാര. ഇവിടെ ഞാൻ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതൊക്കെ കൂടി ചേർത്ത് ഇങ്ങനെ ഒന്ന് കുക്ക്ഡായി കിട്ടിയാൽ മതി. നമുക്ക് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്പ്രെഡ് ചെയ്ത ബാറ്റർ കൂളായിട്ടുണ്ട്. ഇത് റോൾ ചെയ്യാൻ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഇതുപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരു കത്തി അല്ലെങ്കിൽ പേസ്ട്രി കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ റോളിൻ്റെ എഡ്ജിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇട്ട് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ആ സൈഡിൽ നിന്ന് പതുക്കനെ ലിഫ്റ്റ് ചെയ്തിട്ട് റോൾ ചെയ്ത് തുടങ്ങാം. വളരെ സോഫ്റ്റാണ് ഈ കടലപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന റോള്. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചില സ്ട്രിപ്സ്, നീളം കൂടിയ സ്ട്രിപ്സ് വേണമെങ്കിൽ പകുതി വെച്ചിട്ട് കട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ റോളിൻ്റെ വണ്ണം വല്ലാണ്ട് നമ്മൾ ഈ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന കാരണം ഭയങ്കര സോഫ്റ്റുമാണ്. ഇതിൽ എന്ത് നമ്മൾ ഒഴിച്ചാലും അതിൻ്റെ ടേസ്റ്റ് പിടിക്കും. എണ്ണയിൽ എന്തെങ്കിലും കടുകും പൊട്ടിച്ച് കറിവേപ്പില പച്ചമുളകൊക്കെ പൊട്ടിച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്പോഞ്ച് പോലെ ഇത് ഫ്ലേവേഴ്സ് ഒക്കെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ റോൾസ് എല്ലാം ആദ്യം റെഡിയാക്കാം. എന്നിട്ട് ആ താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കേക്ക് പ്ലേറ്റിൽ പരത്തിയ ബാറ്റർ വെച്ചിട്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കടുക് പൊട്ടിച്ച് ഇടാൻ വേണ്ടിയുള്ള ഐറ്റംസ് നോക്കാം. അതിനുവേണ്ടി ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ഒരു ന്യൂട്രൽ ഫ്ലേവർ ഓയിൽ, സൺഫ്ലവറോ വെജിറ്റബിൾ ഓയിലോ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 10-12 കറിവേപ്പില ഇടാം.
പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചമുളക് എരിവുള്ളതാവാം അല്ലെങ്കിൽ എരിവ് കുറഞ്ഞതാവാം. നേരിയതായിട്ട് വളരെ ഫൈനായിട്ട് അരിഞ്ഞിടാം നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക്. ഞാനിവിടെ ഒരു മീഡിയം സൈസായിട്ട് ചോപ്പ് ചെയ്തിടുന്നുള്ളൂ. സെൻറ്റും ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ എരിവ് ആവശ്യമില്ല. പച്ചമുളകിൻ്റെ നല്ല മണം കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില ചേർക്കണം. 3 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ആ ഓയിലോടുകൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത ഖാണ്ഡ്വി റോൾസിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആ കടലമാവിൻ്റെ റോൾസ് ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും വലിച്ച് അബ്സോർബ് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ആ പുളിപ്പുള്ള റോള് ഉള്ളിൽ സ്വീറ്റ് ഫില്ലിങ്, പുറത്ത് ഈ നമ്മുടെ മുളകും കറിവേപ്പിലയും കടുകും എല്ലാം കൂടി ഒരു പ്രത്യേക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെയാണ്. ട്രൈ ചെയ്യാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ആ മാവ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. 10 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് കുക്ക്ഡായി കിട്ടില്ല, ഇതുപോലെ റോളായി കിട്ടില്ല. ഈ റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്താൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.